ഓക്കെ, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്ന ചാപ്റ്റർ +1 ബിസിനസ് സ്റ്റഡീസിലെ ഇൻറ്റേർണൽ ട്രേഡാണ്. അപ്പോൾ ഇൻട്രൊഡക്ഷൻ നമ്മൾ പറയുന്നു, ട്രേഡ് മീൻസ് ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് വിത്ത് ദ ഒബ്ജക്റ്റീവ് ഓഫ് ഏണിംഗ് പ്രോഫിറ്റ്. അപ്പോൾ ട്രേഡ് എന്ന് പറയുന്നത് ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് വിത്ത് ദ ഒബ്ജക്റ്റ് ഓഫ് ഏണിംഗ് പ്രോഫിറ്റ് ആണ്. അതായത് ലാഭം നേടിക്കൊണ്ട് ബിസിനസ് ഗുഡ്സ് വാങ്ങിയോ വിറ്റോ ലാഭം നേടുക എന്നുള്ളതാണ് ട്രേഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ലാഭം നമുക്ക് മെയിൻ എയിമാണ്. ലാഭം നേടണം. അതിൽ ഗുഡ്സോ സേവനങ്ങളോ വാങ്ങി വിൽക്കുന്ന പ്രോസസ്സിനെ നമ്മൾ ട്രേഡ് എന്ന് പറയുന്നു. ദ ഇമ്പോർട്ടൻസ് ഓഫ് ട്രേഡ് ഇൻ മോഡേൺ ടൈംസ് ഈസ് ഇൻക്രീസിങ്. അപ്പം ബിസിനസ്സിൽ ട്രേഡിൻ്റെ പ്രാധാന്യം ഇന്ന് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദിസ് ഈസ് എവിഡൻസ്ഡ് ഫ്രം ദ ഫാക്ട് ദാറ്റ് ന്യൂ പ്രോഡക്ട്സ് ആർ ബീങ് ഡെവലപ്ഡ് എവരി ഡേ ആൻഡ് ആർ അവൈലബിൾ ഫോർ കൺസംഷൻ ഗ്ലോബലി. അപ്പോൾ പുതിയ പുതിയ പ്രോഡക്റ്റ് എല്ലാ ദിവസവും മാർക്കറ്റിൽ വരുന്നുണ്ട്, അത് ഗ്ലോബലി കൺസ്യൂം ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. Thus, trade removes the hindrance of person through linkage between producer and consumer. അപ്പോൾ ട്രേഡ് ഇവിടെ ഹിൻഡ്രൻസ് ഓഫ് പേഴ്സൺ എന്ന് പറയുന്ന പ്രോബ്ലം ഇവിടെ സോൾവ് ചെയ്യുകയും പ്രൊഡ്യൂസറെയും കൺസ്യൂമറെയും ലിങ്ക് ചെയ്യുന്നത് ട്രേഡ് വഴിയാണ്. ബേസ്ഡ് ഓൺ ജിയോഗ്രാഫിക്കൽ ലൊക്കേഷൻ, ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ്, ട്രേഡ് ക്യാൻ ബി ബ്രോഡ്ലി ക്ലാസിഫൈഡ് ഇൻടു ടു. അപ്പം ട്രേഡിനെ നമുക്ക് രണ്ട് കാറ്റഗറി ആയിട്ട് തരംതിരിക്കാം, ഇൻറ്റേർണൽ ട്രേഡ് എന്നും എക്സ്റ്റേണൽ ട്രേഡ് എന്നും. അതിൽ ഫസ്റ്റ് വൺ ഇൻറ്റേർണൽ ട്രേഡാണ്. Buying and selling of goods and services within the boundaries of a nation is called internal trade. അപ്പോൾ സാധനങ്ങളോ സേവനങ്ങളോ നമ്മുടെ രാജ്യത്തിനകത്ത് വാങ്ങി വിൽക്കുകയാണെങ്കിൽ ഇതിനെ നമുക്ക് ഇൻറ്റേർണൽ ട്രേഡ് എന്ന് പറയാം. ഇറ്റ് ഈസ് ഓൾസോ കാൾഡ് എ ഹോം ട്രേഡ് ഓർ ഇൻലാൻഡ് ട്രേഡ് ഓർ ഡൊമസ്റ്റിക് ട്രേഡ്. അപ്പോൾ ഇവിടെ ഇൻറ്റേർണൽ ട്രേഡിനെ നമ്മൾ ഹോം ട്രേഡ് എന്നും ഇൻലാൻഡ് ട്രേഡ് എന്നും ഡൊമസ്റ്റിക് ട്രേഡ് എന്നും അറിയപ്പെടുന്നുണ്ട്. ഇറ്റ് ഇൻവോൾവ്സ് ഡൊമസ്റ്റിക് പ്രൊഡക്ഷൻ ആൻഡ് കൺസംഷൻ. നോ കസ്റ്റം ഡ്യൂട്ടി ഓർ ഇമ്പോർട്ട് ഡ്യൂട്ടി ഈസ് ലെവീഡ് ഓൺ സച്ച് ഗുഡ്സ്. ഇവിടെ നമുക്ക് ഡൊമസ്റ്റിക് പ്രൊഡക്ഷനും കൺസംഷനും ആയതുകൊണ്ട് കസ്റ്റംസ് ഡ്യൂട്ടിയോ ഇമ്പോർട്ട് ഡ്യൂട്ടിയോ ചാർജ് ചെയ്യപ്പെടുന്നില്ല ഗുഡ്സിന്മേൽ. സോ പേയ്മെൻറ്റ് ആർ മെയ്ഡ് ഇൻ ദ ലീഗൽ ടെൻഡർ ഓഫ് ദ കൺട്രി. അതായത് നമ്മുടെ രാജ്യത്ത് പ്രൊഡക്ഷൻ നടത്തി കൺസ്യൂം ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ രാജ്യത്തിൻ്റെ റുപ്പീസിലായിരിക്കും ഇവിടുത്തെ കറൻസി വാല്യൂ, ഗുഡ്സിൻ്റെയും സർവീസിൻ്റെയും വാല്യുവേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പ്രൈസ് എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യൻ റുപ്പി ആയിരിക്കും. ഇൻറ്റേർണൽ ട്രേഡ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻടു ടു. ഇൻറ്റേർണൽ ട്രേഡിനെയും വീണ്ടും നമ്മൾ രണ്ട് കാറ്റഗറിയായി തരംതിരിക്കുന്നുണ്ട്, ഹോൾസെയിൽ ട്രേഡ് എന്നും റീറ്റെയിൽ ട്രേഡ് എന്നും. ഇപ്പോൾ ഇവിടെ ഹോൾസെയിൽ ട്രേഡ് എന്താണെന്ന് പറയുന്നു. ഹോൾസെയിൽ ട്രേഡ് മീൻസ് പർച്ചേസ് ആൻഡ് സെയിൽ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഇൻ ലാർജ് ക്വാണ്ടിറ്റീസ് മീൻ ഫോർ റീസെയിൽ ഓർ ഇൻ്റർമീഡിയറ്റ് യൂസ് ആണ്. ഇപ്പോൾ ഹോൾസെയിൽ ട്രേഡ് എന്ന് പറയുന്നത് പർച്ചേസ് ആൻഡ് സെയിൽ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഇൻ ലാർജ് ക്വാണ്ടിറ്റീസ് ആണ്. അപ്പോൾ ലാർജ് ക്വാണ്ടിറ്റീസിൽ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഗുഡ്സോ സർവീസോ വാങ്ങി വിൽക്കുന്നതാണ് ഹോൾസെയിൽ ട്രേഡ് എന്ന് പറയുന്നത്. ട്രേഡ് എൻഗേജ് ഇൻ ഹോൾസെയിൽ ട്രേഡ് ആർ കാൾഡ് ഹോൾസെയിലേഴ്സ്. അപ്പോൾ ഹോൾസെയിൽ ട്രേഡിൽ എൻഗേജ്ഡ് ആവുന്ന ട്രേഡേഴ്സിനെ നമ്മൾ അറിയപ്പെടുന്ന പേരാണ് ഹോൾസെയിലേഴ്സ്. അടുത്ത നമ്മൾ പറയുന്നത് റീറ്റെയിൽ ട്രേഡാണ്. റീറ്റെയിൽ ട്രേഡ് മീൻസ് പർച്ചേസ് ആൻഡ് സെയിൽ ഓഫ് ഗുഡ്സ് ഇൻ റിലേറ്റീവ്ലി സ്മോൾ ക്വാണ്ടിറ്റീസ് ഫോർ ഫൈനൽ കൺസംഷൻ. ഫൈനൽ കൺസംഷന് വേണ്ടി നമ്മൾ ഗുഡ്സ് എന്ത് ചെയ്യുന്നു, ചെറിയ ക്വാണ്ടിറ്റിയിൽ വാങ്ങി വിൽക്കുന്ന ട്രേഡേഴ്സിനെ നമ്മൾ അറിയപ്പെടുന്ന പേരാണ് റീറ്റെയിൽ ട്രേഡേഴ്സ്. ട്രേഡേഴ്സ് ഡീലിംഗ് ഇൻ റീറ്റെയിൽ ട്രേഡ് ആർ കാൾഡ് റീറ്റെയിലേഴ്സ്. റീറ്റെയിൽ ട്രേഡിൽ എൻഗേജ്ഡ് ആവുന്ന ട്രേഡേഴ്സിനെ നമ്മൾ അറിയപ്പെടുന്ന പേരാണ് റീറ്റെയിൽ ട്രേഡേഴ്സ്. ബോത്ത് റീറ്റെയിലേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ് ആർ ഇമ്പോർട്ടൻറ്റ് മാർക്കറ്റിംഗ് ഇൻ്റർമീഡിയറീസ്. മാർക്കറ്റ് ഇൻ്റർമീഡിയറീസിൽ റീറ്റെയിലേഴ്സും ഹോൾസെയിലേഴ്സും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഘടകം തന്നെയാണ്. They perform very useful functions in process of exchange of goods and services between the producer and the final consumer. അപ്പോൾ ഇവിടെ എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ബിറ്റ്വീൻ പ്രൊഡ്യൂസർ ആൻഡ് കൺസ്യൂമർ എന്ന് പറയുന്ന റീറ്റെയിൽ ട്രേഡിലൂടെയാണ്. അപ്പം ഗുഡ്സ് ആൻഡ് സർവീസസ്, സാധനങ്ങളും സേവനങ്ങളും ഫൈനൽ കൺസ്യൂമർ എത്തുന്നതിൽ റീറ്റെയിൽ ട്രേഡേഴ്സിന് മുഖ്യമായ പങ്കുണ്ട് എന്നുള്ളതാണ്. Internal trade facilitate equitable distribution of goods and service in a fast manner ആൻഡ് ദാറ്റ് അറ്റ് എ റീസണബിൾ കോസ്റ്റ്. അപ്പോൾ ഇവിടെ ഇൻറ്റേർണൽ ട്രേഡ് വഴി നമ്മുടെ ഗുഡ്സ് ആൻഡ് സർവീസസ് ഇക്വിറ്റബിൾ ബേസിസിൽ ഫാസ്റ്റായിട്ട് ട്രേഡ് ചെയ്യുന്നതിന്, ന്യായമായ വിലയ്ക്ക് ലഭിക്കുന്നതിന് സഹായിക്കുന്നു. ഇനി ക്യാരക്ടറിസ്റ്റിക്സ് ഫീച്ചേഴ്സ് ഓഫ് ഹോൾസെയിലേഴ്സാണ്. ഹോൾസെയിലേഴ്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഫീച്ചേഴ്സാണ് നമ്മൾ പറയുന്നത്. ഹോൾസെയിലേഴ്സ് ആക്ട് ആസ് ഇൻ്റർമീഡിയറീസ് ബിറ്റ്വീൻ പ്രൈമറി പ്രൊഡ്യൂസർ primary producer or manufacturer on hand and retailers on the other hand. ഇപ്പോൾ ഹോൾസെയിലർ ആക്ട് ചെയ്യുന്നത് ഇൻ്റർമീഡിയറ്റ്സ് ബിറ്റ്വീൻ പ്രൊഡ്യൂസർ ആൻഡ് റീറ്റെയിലേഴ്സാണ്. പ്രൊഡ്യൂസറെയും റീറ്റെയിലറെയും കണക്ട് ചെയ്യുന്ന ഒരു ഇൻ്റർമീഡിയറിയാണ് ഇവിടെ ഹോൾസെയിലർ എന്ന് പറയുന്നത്.
ഹോൾസെയിലേഴ്സ് ഓൺ എ ലാർജ് സ്കെയിൽ ആൻഡ് ഡീൽ ഒൺലി എ ലിമിറ്റഡ് ലൈൻ ഓഫ് ഗുഡ്സ് ആണ്. ലാർജ് സ്കെയിലിൽ ഹോൾസെയിലേഴ്സ് ഗുഡ്സ് ഡീൽ ചെയ്യുകയും ലിമിറ്റഡ് ലൈൻ ഓഫ് ഗുഡ്സ് ആണ്. കാരണം ഒരു 4-5 അതായത് ഒരു വിരലിൽ എണ്ണാവുന്ന ടൈപ്പ് ഓഫ് ലൈൻ ഓഫ് ഗുഡ്സേ കാണത്തുള്ളൂ. അപ്പോൾ അത് ഹോൾസെയിൽ എന്ന് വെച്ചാൽ ലാർജ് ക്വാണ്ടിറ്റിയിലായിരിക്കും അത് എന്ത് ചെയ്യുന്നവർ ട്രേഡ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ദേ ഡു നോട്ട് ഡയറക്റ്റ് വിത്ത് ഇൻഡിവിജ്വൽ കൺസ്യൂമർ നോർ ഡു ദേ സെൽ ഗുഡ്സ് ഇൻ സ്മോൾ ക്വാണ്ടിറ്റീസ്. അവർ ഡയറക്റ്റായിട്ട് എന്ത് ചെയ്യുന്നില്ല, ഇൻഡിവിജ്വൽ കൺസ്യൂമറുമായിട്ടൊരു ഡീലും ഉണ്ടാകുന്നില്ല. അതേപോലെ തന്നെ സ്മോൾ ക്വാണ്ടിറ്റിയിൽ ഹോൾസെയിലർ ഒരിക്കലും ഗുഡ്സ് വിൽക്കുകയുമില്ല എന്നുള്ളതാണ് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ ഫീച്ചേഴ്സായിട്ട് പറയുന്നത്. അപ്പോൾ ഹോൾസെയിലേഴ്സ് എന്ന് പറഞ്ഞാൽ കണക്റ്റിംഗ് ലിങ്ക് ബിറ്റ്വീൻ മാനുഫാക്ചറർ ആൻഡ് റീറ്റെയിലർ. അതേപോലെ തന്നെ ദേ സോൾഡ് ഗുഡ്സ് ഓൺ ലാർജ് ക്വാണ്ടിറ്റീസ്. ദേ നോട്ട് ഡയറക്റ്റ് കോണ്ടാക്റ്റ് വിത്ത് ഫൈനൽ കൺസ്യൂമർ. അപ്പോൾ ഇത്രയാണ് ഈ പറയുന്ന മെയിൻ പോയിൻ്റായിട്ട് നമുക്ക് ഈ ഹോൾസെയിലേഴ്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് പറയാൻ പറ്റുന്നത്. ഇതിൻ്റെ ഫങ്ഷൻസ് ഓഫ് ഹോൾസെയിലേഴ്സ് നമ്മൾ പറയുന്നത്, ഒന്ന് അസംബ്ലിംഗ് ആണ്. ഗുഡ്സ് അസംബിൾ ചെയ്യുന്നതിൻ്റെ ഒരു ഫങ്ഷനുണ്ട്. ഗ്രേഡ് ചെയ്യുന്നുണ്ട്, അതിനെ സഹായിക്കുന്നു. വെയർ ഹൗസിങ്ങിനെ സഹായിക്കുന്നു. ട്രാൻസ്പോർട്ടിങ്ങിനെ സഹായിക്കുന്നുണ്ട്. റിസ്ക് ബിയറിങ്ങിനെ സഹായിക്കുന്നു. പ്രൈസിങ്ങിനുള്ള ഫങ്ഷനുണ്ട്. ഫിനാൻസിങ്, ഡിസ്ട്രിബ്യൂഷൻ, കളക്ടിങ് മാർക്കറ്റ് ഇൻഫർമേഷൻ. ഇത്രയും ഈ 9 ഫങ്ഷൻസ് ഹോൾസെയിലേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് ഹെൽപ്പ് കിട്ടുന്നുണ്ട് ട്രേഡിൽ. അടുത്ത നമ്മൾ സർവീസസ് ഓഫ് ഹോൾസെയിലേഴ്സ് ആണ്. ഹോൾസെയിലേഴ്സിൻ്റെ സർവീസസ് ആണ്. ഹോൾസെയിലേഴ്സ് പ്രൊവൈഡ് വേരിയസ് സർവീസസ് ടു ബോത്ത് മാനുഫാക്ചർ ആൻഡ് ദ റീറ്റെയിലേഴ്സ്. ഹോൾസെയിലേഴ്സ് മാനുഫാക്ചറേഴ്സിനും റീറ്റെയിലേഴ്സിനും പല സർവീസുകൾ ചെയ്യുന്നുണ്ട്. ദേ പ്രൊവൈഡ് ഗ്രേറ്റ് ഹെൽപ്പ് ഇൻ ദ പ്രോസസ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. അതേപോലെ തന്നെ ഇവർ ചെയ്യുന്നൊരു ഹെൽപ്പാണ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. സാധനങ്ങളോ സേവനങ്ങളോ വിതരണം ചെയ്യുന്നതിന് വളരെ ഹെൽപ്പ്ഫുള്ളാണ് ഹോൾസെയിലേഴ്സ്. പ്രൊവൈഡ് ടൈം ആൻഡ് പ്ലേസ് യൂട്ടിലിറ്റി. അതേപോലെ തന്നെ ടൈം ആൻഡ് പ്ലേസ് യൂട്ടിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നതിൽ ഒരു വലിയൊരു റോളാണ് ഹോൾസെയിലേഴ്സ് ഇവിടെ വഹിക്കുന്നത്. വേരിയസ് സർവീസസ് പ്രൊവൈഡ് ബൈ ഹോൾസെയിലേഴ്സ് ആർ ഡിസ്കസ്ഡ് അണ്ടർ 2 ഹെഡ്. അതായത് ഇവിടെ ഹോൾസെയിലേഴ്സ് ചെയ്യുന്ന സേവനങ്ങൾ 2 ഹെഡിലായിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്ന് സർവീസസ് ടു മാനുഫാക്ചേഴ്സ്. അപ്പോൾ അത് എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. ദ മേജർ സർവീസസ് പ്രൊവൈഡ് ബൈ ദ ഹോൾസെയിലേഴ്സ് ടു ദ മാനുഫാക്ചറർ ഓർ പ്രൊഡ്യൂസേഴ്സ് ആർ ഗിവൺ ബിലോ. അപ്പോൾ മാനുഫാക്ചറേഴ്സിന് അല്ലെങ്കിൽ പ്രൊഡ്യൂസേഴ്സിന് ചെയ്യുന്ന സേവനങ്ങൾ ഓരോന്നും നമ്മൾ ഡിസ്കസ് ചെയ്യണം. ഒന്ന്, ഫെസിലിറ്റേറ്റിംഗ് ലാർജ് സ്കെയിൽ പ്രൊഡക്ഷനാണ്. ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ എന്ത് ചെയ്യുന്നുണ്ട്, ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ബൾക്ക് ഓർഡേഴ്സ് ഫ്രം ഹോൾസെയിലേഴ്സ് എനേബിൾ പ്രൊഡ്യൂസേഴ്സ് ടു ഹാവ് എ ബെനിഫിറ്റ് ഓഫ് ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ. ബൾക്ക് ഓർഡറാണ് ഹോൾസെയിലറിൽ നിന്ന് ആർക്ക് കിട്ടുന്നത്, പ്രൊഡ്യൂസർക്ക് കിട്ടുന്നത്. അപ്പോൾ ലാർജ് സ്കെയിൽ പ്രൊഡക്ഷനെ സഹായിക്കുന്നു എന്നുള്ളതാണ്. അതായത് ഹോൾസെയിലേഴ്സ് ഹെൽപ്പ് ടു പ്രൊഡ്യൂസ് എ മോർ ക്വാണ്ടിറ്റീസ് വിത്ത് ഓർഡർ ഫ്രം ദ ഹോൾസെയിലർ. ഹോൾസെയിലറുടെ കയ്യിൽ നിന്ന് ഓർഡറിനെ ബേസ് ചെയ്തുകൊണ്ട് ലാർജ് സ്കെയിലിൽ ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് മാനുഫാക്ചറെ സഹായിക്കുന്നത് ഇവിടെ ഹോൾസെയിലറാണ്. അപ്പോൾ ഒന്നാമത്തെ സർവീസ് ആണ്. 2, ബിയറിംഗ് റിസ്ക് ആണ്. ആസ് ദ ഹോൾസെയിലർ പർച്ചേസ് ദ എൻറ്റയർ ഗുഡ്സ് ഇമ്മീഡിയറ്റ്ലി ഓൺ പ്രൊഡക്ഷൻ, ആസ് ദ ടേക്ക് ദ റിസ്ക് ഓഫ് ലോസ് ഓർ ഡാമേജ് ഇൻ സ്റ്റോറേജ് ഓർ ട്രാൻസിറ്റ് റിസ്ക് ഓഫ് ഫോൾ ഇൻ പ്രൈസ്. അപ്പോൾ ഇവിടെ പറയുന്നത് ഹോൾസെയിലേഴ്സ് ടേക്ക് ഓൾ ദ റിസ്ക് ലൈക്ക് ലോസ് ഓർ ഡാമേജ് ഇൻ സ്റ്റോറേജ്. അപ്പോൾ ഇവിടെ നമുക്ക് ലോസ് വഴി ഉണ്ടാകുന്ന റിസ്ക്, ഡാമേജ് സ്റ്റോർ ചെയ്ത് കഴിയുമ്പോൾ ഉണ്ടാകുന്ന റിസ്ക്, ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന റിസ്ക്, അങ്ങനെയുള്ള എല്ലാ റിസ്ക്കും ആരെ ഏറ്റെടുക്കും, ഹോൾസെയിലേഴ്സ് ഏറ്റെടുക്കും. കാരണം ബിക്കോസ് അറ്റ് ദ ടൈം ഓഫ് പ്രൊഡക്ഷൻ കംപ്ലീറ്റഡ് ദ ഓൾ ഗുഡ്സ് ഫ്രം മാനുഫാക്ചറർ ട്രാൻസ്ഫേർഡ് ടു ഹോൾസെയിലറാണ്. അതാണ് ഇവിടെ ബിയറിംഗ് റിസ്ക് ടേക്കറാണ് ഹോൾസെയിലർ എന്ന് പറയുന്നത്. റിസ്ക് ടേക്കർ കൂടിയാണ് ഹോൾസെയിലർ. അപ്പോൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ്സിൻ്റെ റിസ്ക് ഫുള്ള് ഏറ്റെടുക്കുന്നത് ഇവിടെ ഹോൾസെയിലറാണ്. കാരണം പ്രൊഡ്യൂസ് ചെയ്ത് അറ്റ് എ ടൈം പ്രൊഡക്ഷൻ ഈസ് കംപ്ലീറ്റഡ്, ഗുഡ്സ് ട്രാൻസ്ഫേർഡ് ടു ഹോൾസെയിലറാണ്. അപ്പോൾ അതാണ് ഇവിടെ ബിയറിംഗ് റിസ്ക് കൊണ്ട് മീൻ ചെയ്യുന്നത്. അടുത്ത ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ആണ്. ഹോൾസെയിലേഴ്സ് യൂഷ്വലി പർച്ചേസ് ഗുഡ്സ് ഓൺ ക്യാഷ് ബേസിസ്. ഇവിടെ നമുക്കറിയാം ഹോൾസെയിലേഴ്സ് ഗുഡ്സ് പർച്ചേസ് ചെയ്യുന്നത് എപ്പോഴും ക്യാഷ് ബേസിസിലായിരിക്കും. കാരണം നമ്മൾ ഓർഡർ കൊടുക്കുന്ന അതിൻ്റെ ക്യാഷ് ബേസിൽ തന്നെ അപ്പോൾ തന്നെ ക്യാഷ് കൊടുക്കും. സം ടൈംസ് ദേ ഗീവ് എ അഡ്വാൻസ് പേയ്മെൻറ്റ് ഫോർ ബൾക്ക് പർച്ചേസ്. ചില സമയങ്ങളിൽ നമ്മൾ അഡ്വാൻസ് പേയ്മെൻറ്റ് ബൾക്ക് പർച്ചേസ് ആയതുകൊണ്ട് മാനുഫാക്ചർക്ക് ഫണ്ട് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യും ഹോൾസെയിലർ. ദസ് ദ ഹോൾസെയിലർ ആർ വേ ടു ഫിനാൻസിങ് ദ മാനുഫാക്ചേഴ്സ് ടു ദാറ്റ് ദെയർ ക്യാപിറ്റൽ ഈസ് നോട്ട് എ ബ്ലോക്ക്ഡ് അപ്പ് ഇൻ സ്റ്റോക്ക്. അതായത് മാനുഫാക്ചർക്ക് അങ്ങനെ അഡ്വാൻസ് പേയ്മെൻറ്റും അറ്റ് എ ടൈമിൽ തന്നെ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്തതുകൊണ്ട് മാനുഫാക്ചറുടെ ഫണ്ട് എവിടെ ബ്ലോക്ക് ആവുന്നില്ല, സ്റ്റോക്കിൽ അല്ലെങ്കിൽ നമ്മുടെ റോ മെറ്റീരിയൽ ഡെഡ് സ്റ്റോക്കായിട്ട് അവിടെ എന്ത് ചെയ്യുന്നില്ല, മാറുന്നില്ല. അറ്റ് എ ടൈം തന്നെ ഫണ്ടായി മാറുകയാണ്. മാനുഫാക്ചർക്ക് അങ്ങനെ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് നൽകുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ഹെൽപ്പ് ചെയ്യുന്നത് നമുക്ക് മനസ്സിലായി. ബൾക്ക് ഓർഡർ ഫ്രം ദ ഹോൾസെയിലർ ടു മാനുഫാക്ചറർ
advance payment given to manufacturer. That is a financial assistance to manufacturer or financial help to manufacturer. That is the meaning of financial assistance. Fourth point പറയുന്നത് expert advice ആണ്. Constantly in touch with the retailers, the wholesaler collects information regarding taste and fashion of consumers and passes it to the producer. Constant touch with the retailer. Wholesaler constantly touch with the retailer. The wholesaler collects information regarding taste, fashion of consumer and passes into producer. So the wholesaler constantly touch with the retailer. Retailer collects information from the market consumers' taste, preference. All these preferences are taste and preferences are collected from the consumer, transferred to wholesaler. അതാണ് ഇവിടെ എക്സ്പേർട്ട് അഡ്വൈസ് ഗിവൺ ടു ദ മാനുഫാക്ചറർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് ഹെൽപ്പ് ടു മാർക്കറ്റിംഗ് ഫംഗ്ഷനാണ്. മാർക്കറ്റിംഗ് ഫംഗ്ഷന് സഹായിക്കുന്നുണ്ട്. ഹോൾസെയിലർ ടേക്ക് കെയർ ഓഫ് distribution of goods and other marketing activities such as market research, transportation, warehousing, etc. This enable manufacturer to concentrate on the production activity. അപ്പോൾ മാർക്കറ്റിംഗ് ഫംഗ്ഷനെ സഹായിക്കുന്നുണ്ട്. The wholesaler take care of the distribution of goods and services, goods and other marketing activities such as market research, transportation, warehousing, etc. അപ്പോൾ ഇത് മാനുഫാക്ചറെ സംബന്ധിച്ചൊരു മറ്റ് പ്രൊഡക്ഷൻ ആക്ടിവിറ്റിയിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. മാർക്കറ്റിംഗ് ഫംഗ്ഷനെ സഹായിക്കുന്നുണ്ട്. മാർക്കറ്റിംഗ് റിസർച്ചുകളെ, ട്രാൻസ്പോർട്ടേഷൻ, വെയർഹൗസിങ് ഇതെല്ലാം ചെയ്യുന്നത് ആരാണ്? അവിടെ ഹോൾസെയിലറാണ്. അപ്പോൾ അങ്ങനെ മാർക്കറ്റിങ്ങിന് വേണ്ടുന്ന ഫംഗ്ഷനുകൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് മാനുഫാക്ചറെ. ഇത് മാനുഫാക്ചർക്ക് കൂടുതൽ പ്രൊഡക്ഷൻ ആക്ടിവിറ്റിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. അടുത്ത ഫെസിലിറ്റേറ്റ് കണ്ടിന്യൂറ്റി ഓഫ് പ്രൊഡക്ഷനും. കണ്ടിന്യൂസ് ആയിട്ട് പ്രൊഡക്ഷൻ നടത്തുന്നതിന് മാനുഫാക്ചറെ സഹായിക്കുന്ന ഹോൾസെയിലറാണ്. ഹോൾസെയിലർ പർച്ചേസസ് ഗുഡ്സ് ഫ്രം ദ മാനുഫാക്ചർ ആസ് ആൻഡ് വെൻ ദേ ആർ പ്രൊഡ്യൂസ്ഡ്. അപ്പോൾ പ്രൊഡക്ഷൻ ഈസ് കംപ്ലീറ്റഡ്, പ്രൊഡക്ഷൻ ഈസ് കംപ്ലീറ്റഡ് ദാറ്റ് ഓൾ ഗുഡ്സ് പർച്ചേസ്ഡ് ഫ്രം ദ മാനുഫാക്ചറർ ടു ദ ഹോൾസെയിലറാണ്. അപ്പോൾ മാനുഫാക്ചറിൽ നിന്ന് അപ്പോൾ തന്നെ പ്രൊഡക്ഷൻ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ മാനുഫാക്ചറിൽ നിന്നത് ഹോൾസെയിലറിലേക്ക് ഗുഡ്സ് എത്തുകയാണ് ചെയ്യുന്നത്. ദേ സ്റ്റോർ ദ ഗുഡ്സ് ആൻഡ് സപ്ലൈ ഓഫ് ടു റീറ്റെയിലേഴ്സ് ഓൺ ഡിമാൻഡാണ്. അപ്പോൾ ഇവിടെ കണ്ടിന്യൂസ് പ്രൊഡക്ഷന് സഹായിക്കുന്നു എന്നുള്ളതാണ്. കാരണം ഓർഡർ ഫ്രം ദ ഹോൾസെയിലർ, ദ മാനുഫാക്ചർ സ്റ്റാർട്ട് പ്രൊഡക്ഷൻ കണ്ടിന്യൂസ്ലി, പ്രൊഡക്ഷൻ ഈസ് ഡൺ, പ്രൊഡക്ഷൻ ഈസ് കംപ്ലീറ്റഡ്, ഗുഡ്സ് ട്രാൻസ്ഫേർഡ് ടു ഹോൾസെയിലർ. ദ ഹോൾസെയിലർ supply the goods to retailer on continuously. There is no delay on goods supply to consumers. Thus they store goods and supply on a retailer on demand. Retail demand ചെയ്യുന്ന സമയത്ത് തന്നെ ഗുഡ്സ് സപ്ലൈ ചെയ്യുന്നതിന് ഹോൾസെയിലർ സഹായിക്കുന്നുണ്ട്. ദിസ് ഹെൽപ്പ് ടു മാനുഫാക്ചർ ടു ക്യാരി ഓൺ പ്രൊഡക്ഷൻ ഓൺ എ കണ്ടിന്യൂസ് ബേസിസ്. അതായത് ദർ ഈസ് നോ ഡിലേ ഓൺ ഗുഡ്സ് സപ്ലൈ ടു റീറ്റെയിലർ. ഗുഡ്സ് റീറ്റെയിലർക്ക് സപ്ലൈ ചെയ്യുന്നതിന് ഡിലേ ഒന്നും വരുത്താതിരിക്കുന്നതിന് ഹോൾസെയിലർ സഹായിക്കുന്നുണ്ട്. അതുവഴി പ്രൊഡക്ഷൻ കോൺസ്റ്റൻ്റ് ആയിട്ട് അല്ലെങ്കിൽ കണ്ടിന്യൂസ്ലി ഡൂയിങ് ദ പ്രൊഡക്ഷൻ, കണ്ടിന്യൂസ് ആയിട്ട് പ്രൊഡക്ഷൻ നടത്തുന്നതിന് മാനുഫാക്ചറെ സഹായിക്കുന്നത് ഇവിടെ ഹോൾസെയിലറാണ്. അടുത്തതാണ് സ്റ്റോറേജ്. ദ ഹോൾസെയിലർ ഹോൾഡ് ലാർജ് സ്റ്റോക്ക് ഓഫ് ഗുഡ്സ് ഇൻ ഹിസ് ഓൺ വെയർഹൗസസ്, റിലീവിങ് ദ മാനുഫാക്ചറർ ഓഫ് ദ ബർഡൻ ഓഫ് സ്റ്റോറേജ്. അപ്പോൾ നമുക്കറിയാം ഹോൾസെയിലറാണ് ഈ ഗുഡ്സ് ഫുള്ള് സ്റ്റോർ ചെയ്ത് വയ്ക്കുന്നത്. അപ്പോൾ മാനുഫാക്ചറെ സംബന്ധിച്ച് ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്ത് സ്റ്റോർ ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല. അത് നേരെ നമുക്ക് ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഹോൾസെയിലറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ഹോൾസെയിലറാണ് ഈ ഗുഡ്സ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അപ്പോൾ ആ ഒരു ഹെൽപ്പും കൂടെ, സർവീസും കൂടെ ഹോൾസെയിലർ മാനുഫാക്ചർക്ക് വേണ്ടി ചെയ്യുന്നു. അടുത്ത നമ്മൾ സർവീസസ് ടു റീറ്റെയിലേഴ്സാണ്. റീറ്റെയിലേഴ്സിന് എന്ത് സർവീസാണ് ചെയ്യുന്നുള്ളതാണ്. വേരിയസ് സർവീസസ് ഓഫേർഡ് ടു റീറ്റെയിലേഴ്സ് ആർ ഗിവൺ ബിലോ. ഒന്ന് അവൈലബിലിറ്റി ഓഫ് ഗുഡ്സ് ആണ്. As the wholesaler hold large stock of variety of products, the retailer can get all his requirement from them to meet the varied needs of customer. Retailers are thus relieved of keeping of large inventory. അപ്പം ഗുഡ്സ് അവൈലബിൾ ആക്കുന്നു, റീറ്റെയിലേഴ്സിന് എപ്പോൾ ഡിമാൻഡ് ചെയ്യുന്ന സമയത്ത് തന്നെ ഗുഡ്സ് അവൈലബിൾ ആക്കുന്നു എന്നുള്ളതാണ് അടുത്തൊരു ഹെൽപ്പ് റീറ്റെയിലേഴ്സിന് ഹോൾസെയിലർ ചെയ്യുന്നത്. അപ്പോൾ അവൈലബിലിറ്റി ഓഫ് ഗുഡ്സ് ആണ്. അറ്റ് ദ ടൈം ഓഫ് ഡിമാൻഡ് ഓഫ് ഗുഡ്സ് demanded by the retailer, supply goods from the wholesaler to retailer ആണ്. അപ്പോൾ ആ ഒരു ഇതാണ് ഒന്നാമത്തെ അവൈലബിലിറ്റി ഓഫ് ഗുഡ്സ് കൊണ്ട് മീൻ ചെയ്യുന്നത്. രണ്ട്, മാർക്കറ്റിംഗ് സപ്പോർട്ടാണ്. ഹോൾസെയിലർ ബിയേഴ്സ് ഓൾ ദ ബർഡൻ ഓഫ് അഡ്വർടൈസ്മെൻറ്റ് ആൻഡ് അതർ സെയിൽസ് പ്രൊമോഷൻ ആക്ടിവിറ്റീസ് ആൻഡ് റീറ്റെയിലേഴ്സ് എൻജോയ് ദ ബെനിഫിറ്റ്സ്. അപ്പോൾ ഹോൾസെയിലേഴ്സാണ് എന്ത് അഡ്വർടൈസ്മെൻറ്റും സെയിൽസ് പ്രൊമോഷനും എല്ലാം ചെയ്യുന്നത്.
അപ്പോൾ ഇത് റീറ്റെയിലർ എൻജോയ് ദ ബെനിഫിറ്റ്സ്, അതിൻ്റെ ബെനിഫിറ്റ്സ് റീറ്റെയിലർക്കും കിട്ടും. അതാണ് ഇവിടെ മാർക്കറ്റിംഗ് സപ്പോർട്ട്. ഓൾ മാർക്കറ്റിംഗ് സപ്പോർട്ടിലേക്ക് അഡ്വർടൈസ്മെൻറ്റ്, സെയിൽസ് പ്രൊമോഷൻ, ഡയറക്റ്റ് സെല്ലിങ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടുന്ന അഡ്വർടൈസിങ്, സെയിൽസ് പ്രൊമോഷൻ എല്ലാം നടത്തുന്നത് ഇവിടെ ഹോൾസെയിലറായിരിക്കും. ദാറ്റ് ദ ബെനിഫിറ്റ് ഗെറ്റ് റീറ്റെയിലർ, അതിൻ്റെ ബെനിഫിറ്റ് കിട്ടുന്നത് റീറ്റെയിലർക്ക് കൂടിയാണ്. അപ്പോൾ അതാണ് മാർക്കറ്റിംഗ് സപ്പോർട്ട്. റീറ്റെയിലർക്ക് മാർക്കറ്റിംഗ് സപ്പോർട്ടുണ്ട്. അടുത്ത ഗ്രാൻഡ് ഓഫ് ക്രെഡിറ്റ് ആണ്. ദ ഹോൾസെയിലർ ഓഫൺ സെൽസ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ് ടു റീറ്റെയിലർ. ഹോൾസെയിലർ എപ്പോഴും ഗുഡ്സ് ക്രെഡിറ്റിന് റീറ്റെയിലർക്ക് നൽകും, കടമായിട്ടൊക്കെ എന്ത് ചെയ്യുക, റീറ്റെയിലർക്ക് കൊടുക്കും. എനേബിളിംഗ് ദം ടു ക്യാരി ഓൺ ദെയർ ബിസിനസ് വിത്ത് റിലേറ്റീവ്ലി സ്മോൾ എമൗണ്ട് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ. കാരണം റീറ്റെയിലർ എപ്പോഴും ചെറിയ എമൗണ്ട് ഓഫ് വർക്കിംഗ് ക്യാപിറ്റലിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന ആളാണ്. അപ്പോൾ ആ ആളിന് ഗുഡ്സ് കടത്തിന് ഹോൾസെയിലർ നൽകുന്നു എന്നുള്ളതും ഒരു സർവീസായിട്ടാണ് ഇവിടെ പറയുന്നത്. അടുത്ത സ്പെഷ്യലൈസ്ഡ് നോളജാണ്. ദ ഹോൾസെയിലേഴ്സ് ഡീൽ എ ലിമിറ്റഡ് ലൈൻ ഓഫ് ഗുഡ്സ് ഇൻ വിച്ച് ദേ ആർ സ്പെഷ്യലൈസ്ഡ്. ഇപ്പോൾ ഹോൾസെയിലേഴ്സ് എപ്പോഴും ലിമിറ്റഡ് ലൈൻ ഓഫ് ഗുഡ്സ് ആണ് ഡീൽ ചെയ്യുന്നത്. അവർ ആ മേഖലയിൽ സ്പെഷ്യലൈസ് ചെയ്തിരിക്കും. ഹെൻസ് ദേ ഓഫർ എക്സ്പെർട്ട് അഡ്വൈസ് ടു ദ റീറ്റെയിലർ ഓൺ ദോസ് ഗുഡ്സ്. അപ്പോൾ ആ ഗുഡ്സിനെ കുറിച്ചുള്ള നല്ല എക്സ്പേർട്ടായിട്ടുള്ള ഇൻഫർമേഷൻ, നല്ല നോളജ് നൽകുമെന്ന് പറയാം. ദേ ഓൾസോ ഇൻഫോം ദ റീറ്റെയിലേഴ്സ് അബൌട്ട് ന്യൂ പ്രോഡക്ട്സ്, ദെയർ യൂസസ്, ക്വാളിറ്റി, പ്രൈസസ്. അപ്പം ഈ പറയുന്ന റീറ്റെയിൽസിന് പുതിയ പ്രോഡക്റ്റുകളുടെ വിലയും അതിൻ്റെ ഉപയോഗവും അതിൻ്റെ ക്വാളിറ്റിയും പ്രൈസിനെ കുറിച്ചും ഒക്കെ ഉള്ള അറിവ് നൽകുന്നത് ഇവിടെ ഹോൾസെയിലറാണ്. അടുത്ത റിസ്ക് ഷെയർ ചെയ്യുന്നുണ്ട്. ദ ഹോൾസെയിലേഴ്സ് അസ്യൂം മോസ്റ്റ് ഓഫ് ദ റിസ്ക് കണക്റ്റഡ് വിത്ത് മാർക്കറ്റിംഗ് സച്ച് ആസ് ഫ്ലക്ച്വേഷൻ ഓഫ് പ്രൈസസ്, ലോസ് ഓഫ് ഗുഡ്സ് ഡ്യൂറിങ് ട്രാൻസിറ്റ് ആൻഡ് സ്റ്റോറേജ്. ദിസ് റെഡ്യൂസ് ദ റിസ്ക് ഓഫ് റീറ്റെയിലേഴ്സ്. അപ്പോൾ ഹോൾസെയിലർ ഇവിടെ മോസ്റ്റ് ഓഫ് ദ റിസ്ക് കണക്റ്റഡ് വിത്ത് മാർക്കറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ റിസ്ക്കും ഇവിടെ ഹോൾസെയിലറാണ് ഏറ്റെടുക്കുന്നത്. ഫ്ലക്ച്വേഷൻ ഇൻ പ്രൈസസ്, വിലയിലുണ്ടാകുന്ന മാറ്റങ്ങൾ, ലോസ് ഓഫ് ഗുഡ്സ് ഡ്യൂറിങ് ട്രാൻസിറ്റ്, ഗുഡ്സ് ട്രാൻസ്പോർട്ട് ചെയ്ത് കൊണ്ടുവരുമ്പോൾ ഉണ്ടാകുന്ന ലോസ്, സ്റ്റോറേജ് ചെയ്യുന്നതുണ്ടാകുന്ന റിസ്ക്, ഇതെല്ലാം ആര് ഏറ്റെടുക്കുന്നു? ഹോൾസെയിലർ ഏറ്റെടുക്കുന്നു റീറ്റെയിലർക്ക് വേണ്ടി. ഇതും ഒരു സർവീസാണ് റീറ്റെയിലർ. ദിസ് റെഡ്യൂസ് ദ റിസ്ക് ഓഫ് ദ റീറ്റെയിലർ. ഇത് റീറ്റെയിലർ റിസ്ക് കുറയ്ക്കുന്നതിന് സഹായിക്കുന്നുണ്ട്. ഓക്കെ, അടുത്ത നമുക്ക് ക്യാരക്ടറിസ്റ്റിക്സ് ഫീച്ചേഴ്സ് ഓഫ് റീറ്റെയിലറാണ്.